നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. നമ്മളോടൊപ്പം ഉള്ളത് ആദരണീയനായിട്ടുള്ള ശാസ്ത്രജ്ഞനും മുൻ ISRO ഉദ്യോഗസ്ഥനും PM ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവജ്ഞാനമുള്ള ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ TP ശശികുമാർ സാറാണ്. നമസ്തേ TPC, സ്വാഗതം. നമസ്കാരം. TPC, നമ്മളെ കഴിഞ്ഞ തവണ ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗമാണ് അത് പൂർണ്ണമാക്കി പഠിപ്പിച്ച് ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചത്. അടുത്ത് നമ്മൾ 10-ാം അധ്യായമായിട്ടുള്ള വിഭൂതി യോഗം, ഭഗവാന്റെ ദൈവീക ഭാവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങയുടെ ആമുഖത്തോടു കൂടി തുടങ്ങാം. ഭഗവത്ഗീത അധ്യായം 10 വളരെ വ്യത്യസ്തമാണ്. ഓരോ ചാപ്റ്റർ എത്തുമ്പോൾ ഓരോ അധ്യായത്തും അങ്ങനെ പറയാറുണ്ട്. ഇത് വിഭൂതി യോഗമാണ്. ഭഗവാന്റെ അനന്തമായ മഹിമകളെ തിരിച്ചറിഞ്ഞ് ദൈവാനുഭൂതിയിലേക്കുള്ള യോഗം എന്ന് പറയാം. ലക്ഷ്മിജി, പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ് ഈശ്വരനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം പോലും. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് പരമമായ സത്യമാണ്. ഏറ്റവും ഔന്നത്യത്തിൽ ഇരിക്കുന്നതാണ് ഈശ്വരൻ. ഭഗവാൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഭാവങ്ങളിൽ നമ്മുടെ മുന്നിൽ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന രൂപങ്ങളാണ്. അപ്പോൾ അതിന് മാത്രമേ അനന്തമായ മഹിമകൾ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു അനുഭൂതിയാണ്. അത് ഈശ്വരന്റെ ഭാവത്തിലേക്ക് ഒരു ഭഗവാൻ എത്തുമ്പോൾ ദൈവ അനുഭവങ്ങൾ നമുക്ക് തരുന്ന ഒരു പെനൾട്ടിമേറ്റ് ഭാവമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവാനുഭവത്തിലേക്കുള്ള ഒരു യോഗം ആണ് 9-ാം അധ്യായത്തില് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ ഭക്തിയുടെ മഹത്വത്തിന്റെ ഭഗവാനിലേക്കുള്ള വഴിയുടെ ഏറ്റവും ലളിതമായ ഒരു വഴി എന്നൊക്കെ പറയാം. ഗുഹ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗുഹ്യ അല്ലത്, അത് വെളിവാക്കി തരുന്നതാണ്. ഗുഹ്യമാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് വെളിവാക്കുക ചെയ്തത്. അതുകൊണ്ടാണ് ഗുഹ്യമാണ് ഗുഹ്യമല്ല എന്നും പറയുന്നത്. ഒരു ഇല, ഒരു പൂവ്, ഒരു പഴം, ഒരു തുള്ളി വെള്ളം, ഇതൊക്കെ ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ പറയുമ്പോൾ എത്ര സിമ്പിളാക്കി ഒരു ഈശ്വരനിലെത്താൻ ഭഗവാൻ പറഞ്ഞു തരുന്ന മാർഗം ഈശ്വരന് പറഞ്ഞു തരാൻ പറ്റില്ല. ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി ഭഗവാൻ പറഞ്ഞു തരുവാണ്. അതാണ് വ്യത്യാസം. ഈ വ്യത്യാസം പലരും തിരിച്ചറിയാതെയാണ് പല തരത്തിലും മാറ്റിയും മറിച്ചൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഭക്തിയുടെ ഹൃദയം അദ്ദേഹം നമുക്ക് തുറന്ന് കാട്ടാണ്. ആരാ തുറന്നു കാട്ടുന്നത്? ഭഗവാനാ തുറന്നു കാട്ടുന്നത്. എവിടെ എത്താനാണ്? ഈശ്വരനിലെത്താനാണ്. അപ്പൊ 10-ാം അധ്യായത്തില് ശ്രീകൃഷ്ണൻ അർജുനന്റെ ഭക്തിയെ കൂടുതൽ ആഴത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇനിയും പുതിയ ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള വഴി വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാനെ ആദ്യം കാണണം. ഭഗവാൻ എന്താണെന്നൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. എന്താ കൊടുക്കേണ്ടത് പ്രത്യക്ഷപ്പെടുത്താന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി ഭഗവാനെ കാണാനുള്ള മാർഗമാണ്. അത് ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിലാണോ, പ്രത്യേക രൂപത്തിലാണോ, എത്ര മാത്രയിലാണ് വരിക, എത്ര കട്ടിയിലാണ് വരിക, എത്ര മീറ്ററിലാണ് വരിക, ഈ പ്രപഞ്ചത്തിന്റെ മഹത്വങ്ങളും സൗന്ദര്യങ്ങളും ശക്തികളും ജ്ഞാനവും ഒക്കെ ഉള്ളവർക്ക് ഭഗവാനെ കാണാൻ കഴിയുമോ, അത് ഗ്രഹിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരമാണ് ശരിക്കും വിഭൂതി യോഗം. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വിഭൂതി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന്. അതിനും വിഭൂതി എന്നല്ല, അതല്ല ശരിക്കും ഇവിടെ. വിഭൂതി എന്ന വാക്കിന് ദൈവികമായ മഹിമ എന്നാണ് അർത്ഥം. TPC, ഞാൻ ഒരു സംശയം പ്രേക്ഷകർക്കായിട്ട് കൂടി ചോദിച്ചോട്ടെ. എന്റെ സംശയമാണ്. ഞാൻ അങ്ങ് പറഞ്ഞതിൽ നിന്ന് ദൈവവും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദ്യോതിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിവ് നൽകുന്നതായിട്ടുള്ള ഭാവത്തിൽ എത്തുന്നത് വരെ നമ്മളെ ദൈവിക ഭാവം എന്ന് പറയാം. അതിലപ്പുറം ഭഗവത് ഭാവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി അനുഭവങ്ങളിലൂടെ ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ആലയിലിട്ട് മൂർച്ച കൂട്ടി എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്വർണം അഗ്നിയിലിട്ട് ശുദ്ധീകരിപ്പിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോയാൽ മാത്രമേ ആ ഒരു ഭാവത്തില് അല്ലെങ്കിൽ ഈശ്വരഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് എൻ്റെ
പരിമിതമായിട്ടുള്ള അറിവ്. അങ്ങ് അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന അതെ, പ്രേക്ഷകർക്കായിട്ട് അത് കൂടി തന്നെ. ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് ഒരു എത്ര ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം എത്ര ഭഗവാൻ ഉണ്ടെന്നാണ്. എത്ര മനുഷ്യന്മാരുണ്ടോ അത്രയും ഭഗവാനുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സങ്കല്പത്തില് ഏത് ലെവലിലാണോ നമ്മൾ എത്തുന്നത് അത് നമ്മുടെ ഭഗവാനിലെത്തും. അപ്പൊ ഇവിടെ അത് സഹർഷ ശീർഷ പുരുഷ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥം കൂടി നമുക്ക് പറയാം അല്ലെ? അർത്ഥമുണ്ട്. അപ്പൊ 30 മുക്കോടി ഭഗവാന്മാരല്ല. അതെ അതെ അതെ. അന്ന് 30 മുക്കോടി ജനങ്ങളുള്ളപ്പോ 30 മുക്കോടിയാണ്. ഇപ്പൊ അതിൽ കൂടുതൽ ഇപ്പോ മില്യൺ ബില്യൺ ട്രില്യൺ ഒക്കെ ആവും. അതായത് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ഭാവവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. കറക്റ്റ്. വളരെ വ്യക്തമായിട്ടാണ് അത് മനസ്സിലായത്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവികമായ സങ്കല്പവും ദൈവികമായ ദേവീ സങ്കല്പവും ദേവതാരൂപങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ വേണം. ക്ഷേത്രത്തിൽ ഈശ്വരനോ ഭഗവാനോ അല്ല, ദേവതാരൂപങ്ങളാണ്. ദേവതകൾക്കാണ് പൂജ നടത്തുന്നത്, സങ്കല്പങ്ങൾക്കാണ് പൂജ നടത്തുന്നത്. അപ്പൊ ദൈവികമായ മഹിമകൾ മനസ്സിലാക്കി അത് പൂർവികമായി നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ഈ ഒരു വഴിയിലൂടെ പോയാൽ ഈശ്വരനിലേക്ക് എത്താൻ പറ്റും. പല വഴിയുണ്ട് ഈശ്വരനിലേക്ക് എത്താൻ. ജ്ഞാനവഴിയുണ്ട്, ഭക്തിമാർഗമുണ്ട്, സമൂഹ നന്മ ചെയ്തിട്ടെത്താം, ഓരോ തരത്തിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതുല്യമായ ശ്രേഷ്ഠതയാണ് വിഭൂതി എന്ന് പറഞ്ഞ അർത്ഥം. അത് അസാധാരണമായ ശക്തി എന്ന അർത്ഥം. അപ്പൊ ദൈവത്തിന്റെ മഹത്തായ പ്രകടനങ്ങള് ലോകത്തിന്റെ നന്മയ്ക്ക് എങ്ങനെ അത്ഭുതമായി മഹത്വമായി എങ്ങനെ കാണിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ചെറിയ കിരണങ്ങള്, സൂര്യന്റെ ചെറിയ പ്രകാശം, ഹിമാലയത്തിന്റെ മഹത്വം വേണമെങ്കിൽ പറയാം, ഗംഗയുടെ വലിയ വിശുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം, സിംഹത്തിന്റെ വീര്യം എന്ന് വേണമെങ്കിൽ പറയാം, മഹാജ്ഞാനികളുടെ ജ്ഞാനമാണെന്ന് പറയാം, മഹാത്മാക്കളുടെ കരുണയാണെന്ന് പറയാം. ഇതൊക്കെ വ്യത്യസ്ത വഴികളാണ്. ഇവയിലെല്ലാം ഭഗവാന്റെ വിഭൂതി ഉണ്ടെന്നാ പറയാം. അതെല്ലാം ഭഗവാന്റെ ഒരു ചെറിയൊരു കണിക ഉണ്ട്. അത് കണ്ടെത്തുമ്പോൾ അതെങ്ങനെ കണ്ടെത്താം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ ഒരു അധ്യായം. ഈ അധ്യായത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് തന്നെ ഞാനാണ് ഇതിന്റെയൊക്കെ വിഭൂതി, എല്ലാത്തിന്റെയും ഉറവിടം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് 7 മഹർഷിമാരായാലും 4 മഹാത്മാക്കളായാലും 14 മനുക്കളായാലും സകല ജീവജാലങ്ങളും മനുഷ്യരും ജ്ഞാനവും ശക്തിയും ധൈര്യവും കരുണയും കൃപയും എന്ന് എന്ത് പേര് വിളിക്കണോ അതൊക്കെ എല്ലാം ഉത്ഭവിക്കുന്നത് ഞാനാകുന്ന ഈ ഒരു ചെറിയ കണികയിൽ നിന്നാണ്. അതുകൊണ്ട് ഭക്തന്റെ ഒരു ദൃഷ്ടി എന്ന് പറയുന്നത് ഇവിടെ മാറണം. സാധാരണ മനുഷ്യൻ ലോകത്തെ കാണുന്നത് പോലെ ഒരു ഭക്തൻ ഭഗവാനെയോ ലോകത്തെയോ കാണരുത്. ആ കാണലിൽ ഒരു മാറ്റം വരുമ്പോഴാണ് ഒരാള് ദൈവത്തിൽ നിന്ന് ഭഗവാനിലെത്തി, ഭഗവാനിൽ നിന്ന് ഈശ്വരനിലെത്തി. അത് ഒരു മനോഹരമായ പർവ്വതം കയറുന്നത് പോലെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഇത് വ്യത്യസ്തമായ വലിയ പ്രഭാഷകന്മാർ പോലും മാറ്റി മറിച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. ഈ മഹത്വത്തില് ഭഗവാന്റെ ഒരു കിരണം നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ, ഭഗവാന്റെ കിരണം കാണാൻ സാധിക്കുമ്പോൾ അത് പിടിച്ച് മുകളിലോട്ട് കയറി ഈശ്വരനിലേക്ക് എത്താം. ആ ഒരു കയറ് കിട്ടിയ ഈശ്വരനിലേക്ക് എത്താം. അത് അർജുനന്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ ഘട്ടത്തില് അർജുനൻ പൂർണ്ണമായി ബോധവാനാവണം. അതാണ് കൃഷ്ണന്റെ ഭഗവാന്റെ എന്നാണല്ലോ നമ്മൾ പറയാ. അത് ഈശ്വരനാണ്, പക്ഷെ ഇവിടെ ഭഗവാനാണ്, കാരണം മനുഷ്യരൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോ ഭഗവാൻ പറയുന്നത് ഞാനാണ് ഈശ്വരൻ എന്ന് ഭഗവാനും അറിയാം, അർജുനനും അറിയാം, നമുക്കും അറിയാം. പക്ഷെ ഈ പറയുന്ന സമയത്ത് ഈശ്വരനല്ല നമ്മൾ കാണുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ ഒരു മനുഷ്യനല്ല, പരമ ദിവ്യ സത്തയായ വിഭൂതിയാണ്. അതിനാൽ അദ്ദേഹം എല്ലാവരോടും പറയുന്നത് പ്രഭോ നിങ്ങളുടെ മഹിമകൾ ഇനിയും വിവരിക്കൂ എന്ന് അർജുനനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഓരോ പകുതി പറഞ്ഞ് കഷ്ണം പറഞ്ഞിട്ട്. അപ്പൊ ഒരു ദിവ്യമായ പ്രഖ്യാപനം വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 10ാമത്തെ അധ്യായത്തിലൊക്കെ. കാരണം ഇനി അടുത്തത് കാണിച്ചു കൊടുക്കണമല്ലോ. പൂർണ്ണരൂപം കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇൻട്രോ ആണിത്. ഞാനാണ് എല്ലാറ്റിന്റെയും ആദ്യം അന്ത്യം മദ്യം. ആദ്യം എന്തിനാണ് മദ്യം കൂടി ആവാം, മറ്റേ മദ്യമല്ല, മദ്യം ഉള്ള മദ്യം. ഓക്കെ. ലോകത്തിന്റെ എല്ലാ സൗന്ദര്യവും ശക്തിയും ജ്ഞാനത്തില്, അതിന്റെ മഹത്വത്തില്. അപ്പൊ അനന്തമായ ഈ ഒരു മഹിമ ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പൊ സൂര്യനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, സമുദ്രത്തെ കാണുമ്പോൾ ഓർക്കും. ഓരോ ദൃഷ്ടികോണുകളിലൂടെയും സൃഷ്ടികോണുകളിലൂടെയും ഉള്ള ദൃഷ്ടികോണുകളില്
മഹാജ്ഞാനികൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാവമാണ് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത്. അങ്ങനെ ലോകം മുഴുവൻ ദൈവദർശനം, ഭഗവത് ദർശനം ഒക്കെ കാണാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഭക്തരാകുന്നത്. അപ്പോ ലോകത്തെ മഹത്തായ ഈ ഒരു പ്രതിഫലനം അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ 10-ാം അധ്യായത്തില് കൃത്യമായിട്ട് കാണും. അപ്പൊ ഒരു സൂര്യനെ കാണുമ്പോഴും പ്രപഞ്ചത്തെ കാണുമ്പോഴും എങ്ങനെയൊക്കെ നമ്മൾ ഈ വിഭൂതി യോഗത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ ആ മഹിമകളൊക്കെ ഭഗവാനെ കാണാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണ്. ഇതാണ് ഈ അധ്യായത്തിന്റെ ഒരു ഇൻട്രോ ആയിട്ട്. അപ്പൊ ഇത്ര പറഞ്ഞാൽ മതിയാവില്ല, പക്ഷെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിർത്തണല്ലോ. എനിക്ക് തോന്നുന്നു ഇത്രയും വിവരിച്ച ഒരു ഇൻട്രോ, അതായത് ഇത്ര വളരെ മനോഹരമായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ലീഡ് തരുന്ന രീതിയിൽ വിഭൂതി യോഗത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും പ്രേക്ഷകരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും മനോഹരമായിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഈ അത്ഭുതം, 10-ാം അധ്യായം വിഭൂതി യോഗം എന്ന അത്ഭുതത്തിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം, വീക്ഷണ കോണുകളെ കുറിച്ച് അങ്ങ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടികോണുകൾ മാറ്റുക. അതായത് ഒരു നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ കാണുന്ന രീതി നമ്മൾ മാറ്റണം. ആ ഒരു പ്രതീതി, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റണം, അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ 10-ാം അധ്യായത്തിലൂടെ എങ്ങനെയാണ് ഭഗവാൻ എന്ന വിഭൂതി എല്ലാ സൃഷ്ടികളിലും ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് അങ്ങ് നൽകിയത്. കാരണം കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് വിഭൂതി യോഗം എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭഗവത് കാരുണ്യത്തോടുകൂടി, ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ വിഭൂതി യോഗത്തിലേക്ക്, ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാന്റെ വിഭൂതി മനസ്സിലാക്കുന്നതിലേക്ക് കടക്കാം. 1-ാമത്തെ ശ്ലോകം വിഭൂതി യോഗത്തിലെ 10-ാം അധ്യായം വിഭൂതി യോഗം ഭഗവത്ഗീതയിലെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. ഒരു ഭഗവാനുവാച എന്നാണ് ഇവിടെ ഭഗവാനാണ് പറയുന്നത്. പല ചാപ്റ്ററുകളും അധ്യായങ്ങളും തുടങ്ങുമ്പോൾ അർജുനന്റെ ക്വസ്റ്റിനോട് കൂടിയാണ്. ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം കൈപിടിച്ചു കൊണ്ടുപോവാണ്. ഇനി മുമ്പ് കൈ പിടിക്കൂ എന്ന് പറഞ്ഞാൽ പിടിക്കുള്ളൂ എന്ന് അർത്ഥം പോലെ, ഇപ്പൊ അങ്ങനെയല്ല, ഇനി വന്നോളൂ തന്നെയാണ്. ഭൂയാ, വീണ്ടും ഒരിക്കൽ കൂടി എന്നാണ്. അപ്പൊ മുമ്പ് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏവ, തീർച്ചയായിട്ടും, ഏവ മഹാബാഹോ, മഹാബാഹുവായ അർജുന, ശക്തനായ വീര എന്നാണ്. അപ്പൊ ഇവിടെ സ്നേഹത്തെക്കാളും കുറച്ചും കൂടി ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ജ്ഞാനത്തിന്റെ ഭാവമാണ് ഭഗവാൻ അർജുനനെ, അല്ലെങ്കിൽ കൗന്ദേയ എന്നൊക്കെയല്ലേ വിളിക്കുക. സ്നേഹം കൂടുമ്പോ കൗന്ദേയ, അനിയ എന്നൊക്കെ വിളിക്കുന്നവരെ. ഇപ്പൊ അങ്ങനെയല്ല, മഹാബാഹോ. കാരണം ഈ രാജവിദ്യ, രാജഗുഹയൊക്കെ കഴിഞ്ഞ് ഇനി ഇദ്ദേഹം ആരാണ് എന്ന് പരിചയപ്പെടുത്താണ്. അപ്പോ എന്റെ ചേച്ചിയുടെ മകനാണ് എന്നുള്ള ഭാവത്തിലൊന്നും അല്ല ഇപ്പം ഭഗവാൻ മാറാൻ പോവാണ്. അപ്പൊ ശ്രുണു, നീ കേൾക്കുക. എന്ത് കേൾക്കണം? മേ, എന്റെ പരമം, പരമമായ അത്യുന്നതമായ വചഹ, എന്റെ വചനങ്ങള്, എന്റെ ഉപദേശങ്ങള്. ഇവിടെയാണ് ഭഗവാൻ ഉയർന്നു കൊണ്ടുപോവാണ് നമ്മളും അതേ ലെവലിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദൈവം എന്നുള്ള സങ്കല്പത്തിൽ ഭഗവാൻ എന്നുള്ള സങ്കല്പത്തിൽ ഈശോയിലേക്ക് എത്തിക്കണമെങ്കിൽ ടാഗോർ പറഞ്ഞതുപോലെ ഈ കവിത ആസ്വദിക്കുന്നവരെയും ഞാൻ കൊണ്ടുപോകണം. അതുകൊണ്ട് താഴെ ലെവലിൽ നിന്നിട്ടല്ല ഞാൻ കവിത എഴുതിയ, മുകളിൽ നിന്നിട്ട് എഴുതാന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ മുകളിൽ കൊണ്ടുപോവാണ് ഭഗവാൻ നമ്മളെ. യത്, അത് നിനക്കായി, അഹം, ഞാൻ, പ്രിയമാണായ, പ്രിയപ്പെട്ടവനായ നിനക്ക്, ഞാൻ പ്രിയപ്പെട്ടവനായ നിനക്ക്, വക്ഷ്യാമി, വിവരിക്കാം. എങ്ങനെ വിവരിക്കാം? ഹിതകാമ്യായ, നിന്റെ ക്ഷേമം ആഗ്രഹിച്ചുകൊണ്ട് വിവരിക്കാമെന്ന്. എനിക്ക് വേണ്ടിയിട്ടല്ല, തനിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ ഇത് മഹാബാഹുവായ അർജുനന് ഒരു വളരെ പരമമായ വാക്കുകളാണ്, ഏറ്റവും ഉന്നതയിലുള്ള വാക്കുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നീ എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, ക്ഷേമം ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ആദ്യം മഹാബാഹു എന്നൊക്കെ വിളിച്ചപ്പോ കുറച്ച് അകന്ന് നിന്നു പോയോ എന്നൊരു സംശയം. അങ്ങനെ പോരാ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, പക്ഷെ നീ പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് നിനക്ക് ആഗ്രഹമുള്ളതാ പറയുന്നത്. ഈ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാൻ എന്നെ സംശയം തോന്നിയിട്ടുണ്ടാവും, ഞാൻ കുറച്ച് ഉയർന്നു നിന്നിട്ട് എന്നാ വേണ്ട നീയും കൂടി വാ, അങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലെയാണ്. അപ്പൊ 10-ാം അധ്യായത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് ഭഗവാൻ. പറയുന്നത് വലിയ കാര്യമാണ്,
നിന്നെ ഞാൻ അവിടത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയിട്ട് ആ വലിയ കാര്യം പറയുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് കേൾക്കേണ്ട വിധത്തിൽ. അപ്പോൾ ഇവിടെ ഗുരുവായിട്ട് കാണാം, ദൈവമായിട്ട് കാണാം, പ്രിയനായിട്ട് കാണാം. ഈ തരത്തിലൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞ് പിന്നെ ആ പ്രിയൻ എന്നുള്ള വാക്ക് ചേർത്തത്. പ്രിയവനാപ്പെട്ടവനാണ്, ദൈവമാണ്, ഗുരുവാണ്, ഞാനാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഗുരുവായി. ഒരു സ്നേഹിതനായിട്ടും മാർഗദർശിയായിട്ടും കരുണാനിധിയായ ദൈവമായിട്ടും ഒക്കെ അർജുനനോട് സംസാരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. അത് ഭൂയ ഏവാ, വീണ്ടും വീണ്ടും പറയാന്നാണ്. ഒരു പ്രാവശ്യമല്ല, പല സത്യങ്ങളും വീണ്ടും 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 പറയുന്നുണ്ട് ഭഗവാൻ. ഭൂയ ഏവാ, വീണ്ടും പറയാണ്. കാരണം ആത്മീയ സത്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം പോരാ, അത് ചിന്തിച്ച് ധ്യാനിച്ച് ഉൾക്കൊള്ളുന്നത് വരെ ഭഗവാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭഗവാൻ അർജുനന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കേൾക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. മഹാബാഹോ, നീ ഒരിക്കൽ കൂടി കേൾക്കൂ. അപ്പൊ നീ കുറച്ച് അകന്ന് നിൽക്കണ്ടോ എന്ന് സംശയം. അതുകൊണ്ടാണ് മഹാബാഹോ എന്ന് വെച്ചാൽ അടുപ്പിക്കുകയാണ്. പിന്നെ ശക്തനായ വീര, നീ എന്ത് ചെയ്യണം? കുറച്ച് ദൂരെ നിൽക്കല്ലേ, ഗമയൊന്നും കാണിക്കണ്ട, എൻ്റെ അടുത്ത് വരൂ പ്രിയമുള്ളവനെ. നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ പറയല്ലേ, 10ാം ക്ലാസ് കാര്യം എന്നാലും അടുത്തിരിക്കും, എന്നിട്ട് കേൾക്ക് എന്നൊക്കെ പറഞ്ഞോട്ടെ. ശൃണുമേ പരമം വചഹ, ശൃണുമേ പരമം വചഹ എന്നാണ് വലിയ വാക്കാ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം എന്നാണ്, അടുത്തിരുന്നിട്ട് കേൾക്കണം. എൻ്റെ പരമമായ വാക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനപ്പുറം എനിക്ക് പറയാനില്ല. ഇനി കാണിച്ചു കൊടുക്കാനേ ഉള്ളൂ അടുത്ത അധ്യായത്തിൽ. ദൈവിക സ്വരൂപം, അനന്തമായ മഹിമ, ഇതൊക്കെ വിഭൂതികളിൽ നിറഞ്ഞു നിൽക്കുന്ന പരമമായ രഹസ്യമാണ്. പ്രിയമാണായ എന്ന് പറയുമ്പോൾ തന്നെ അടുപ്പിച്ചു നിർത്തി. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഹിതകാമ്യായ എന്നാണ് അടുത്ത വാക്ക്. ഓരോ വാക്കും എത്ര രസകരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്ന ആലോചിക്കണം. ഹിതകാമ്യായ, നിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പറയണത്. നമ്മൾ പ്രിയപ്പെട്ടവരോടല്ലേ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതൊക്കെ പറഞ്ഞൊരു അഡ്വൈസ് കൊടുക്കില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ അറിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നീ എൻ്റെ ശിഷ്യനായതുകൊണ്ട് ക്ഷേമം അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അവിടെയാണ് ഗുരുവിന്റെ ക്രമം വരുന്നത്. ഇപ്പൊ വിഭൂതി യോഗത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്നത്, തുറന്നു കാണിച്ചു തുടങ്ങുന്ന ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, ഭഗവാൻ തന്റെ മഹിമയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോ അങ്ങനെ ഒരു മഹത്വം പറയുമ്പോ കുറെ അകന്നു നിന്ന് പറയുന്ന സമയത്ത് ചിലപ്പം ഈഗോ ഉള്ള ആളാന്ന് തോന്നും. അത് പാടില്ല. ഭക്തന് ഭഗവാനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പാടില്ല. അതുകൊണ്ടാണ് ഭക്തന് ഭക്തിയെ എത്ര ആഴത്തിൽ മനസ്സിലാക്കണം എന്നറിയിക്കാൻ വേണ്ടിയാണ്. അനുഭവത്തിലൂടെ പറയുന്ന സമയത്ത് പലപ്പോഴും ഈ സംസാരിക്കുന്ന ആളെ കുറിച്ച് ബാക്കിയുള്ള ഇയാളെ കുറിച്ച് പൊക്കി പറയണം, അതിനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുന്നത് നന്നായിരിക്കും. ആധ്യാത്മികമായ ജീവിതത്തിന്റെ എല്ലാ സന്ദേശവും, അത് ദൈവോപദേശം എന്ന് പറയുന്നത് കൽപ്പനയായിട്ടാണ് പലതും പറയാറുള്ളത്. ഇവിടെ കൽപ്പനയല്ല, ഇത് സ്നേഹപൂർവമായ ക്ഷണിച്ച് പറയുന്ന സംഭവമാണെന്ന് മനസ്സിലാക്കണം. ബാക്കിയുള്ളതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ പറയാ. ഇവിടെ അങ്ങനെയല്ല. മകനെ, പൊന്നെ, തങ്കം എന്നൊക്കെ വിളിച്ച് നമ്മൾ പറയുന്നത് പോലെയാ പറയുന്നത്. അപ്പൊ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ കൽപ്പനകളല്ല എന്ന് ആലോചിച്ചോ. ഭഗവാന്മാര് കൽപ്പന കൊടുക്കുന്ന രൂപത്തിലും വരാറുണ്ട്. അതല്ല ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് അർജുനൻ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് റിപ്പീറ്റ് ചെയ്ത് മഹിമകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാൻ ഹയർ ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാനോടും സ്നേഹം നമുക്ക് തോന്നുക എന്നുള്ളതാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വചഹ എന്നാണ്. ഒന്ന് കേക്കട മോനെ എന്നൊക്കെ പറയില്ല, അത് ഹിതം വക്ഷ്യാമി ഹിതകാമ്യായ, നിന്റെ കാമത്തിന് വേണ്ടി, നിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയമാണായ, ഇതിനപ്പുറം എങ്ങനെ ഒരു ഭഗവാൻ പറയാ? എത്ര രസകരമായിട്ടാണത് അഡ്രസ് ചെയ്യുന്നത് ഒരു ശിഷ്യനെ, ഒരു ഗുരു എന്ന് ആലോചിച്ച് നോക്കുക. ഭഗവാൻ ഒരു ഭക്തനെ എങ്ങനെയാ പറയുന്നത്? ഇതൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. മറ്റ് ലോകത്തിലെ ഒരു വിശ്വാസങ്ങളിലും കാണാൻ സാധിക്കാത്ത അത്ഭുതമാണ് നമ്മൾ ഭഗവത്ഗീതയിലെ പ്രത്യേകിച്ചും വിഭൂതി യോഗത്തിൽ കാണുന്നത്. അതായത് TPST ഇതുപോലെ മനോഹരമായിട്ട് വിവരിച്ചു തരുന്നത് പോലും ഭഗവാന്റെ കൃപയാണ്. കാരണം മറ്റുള്ള ഏതൊരു വിശ്വാസങ്ങളിലും നമുക്ക് കൽപ്പനകളും ശാപങ്ങളും ശിക്ഷകളും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഭഗവാൻ പറയണം, നിന്റെ ഹിതത്തിന് വേണ്ടി, നിനക്ക് നന്മയ്ക്ക് വേണ്ടി, എന്നിലേക്ക് ഉയരാൻ വേണ്ടി, എന്നെ എല്ലാത്തിലും കാണാൻ വേണ്ടി മകനെ എന്ന് വിളിക്കുന്ന സ്നേഹത്തോട്, എന്റെ പ്രിയപ്പെട്ടവനെ എന്ന് വിളിച്ചുകൊണ്ട്, അമൃതസ്യപുത്ര, നമ്മളെ അടിമയെന്നോ പാപിയെന്നോ അല്ല, അമൃതസ്യപുത്ര, എന്നിൽ തന്നെ അംശമായിട്ടുള്ളവനെ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള വിവരണങ്ങളാണ് നമ്മുടെ ധർമ്മത്തിൽ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ വിഭൂതി യോഗത്തിലെ ആ സ്നേഹ സമൃദ്ധമായിട്ടുള്ള വിവരണം TPST അതിമനോഹരമായിട്ടാണ് 1ാം ശ്ലോകത്തിൽ തന്നെ വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
എന്നെ പോലെ തന്നെ പ്രേക്ഷകരും അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാനായിട്ട് അല്ല, കാത്തിരിക്കുകയായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും ഇത്രയും സ്നേഹം കാണിച്ചിട്ടും ഭഗവാൻ അവസാനം പറയുന്ന രംഗം മനസ്സിൽ വേണം. യഥേശ്ചതി തഥാഗുരു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നാണ്. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവസാനം അങ്ങനെ പറയേണ്ടി വന്നുല്ലോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് അല്ലേ, തോന്നും. ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു വിമർശിച്ചത് അശേഷേണ യഥേശ്ചതി തഥാഗുരു എന്നാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് വിമർശന ബുദ്ധിയാ നീ ആലോചിച്ചിട്ട് വേണമെങ്കിൽ ആലോചിച്ചിട്ട് ചെയ്തോളൂ. accept ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യവും മറ്റൊരിടത്തും നമുക്ക് ഇമോഷണൽ ബ്ലാക്ക്മെയിലൊന്നും ഇല്ല മോനെ ബ്ലാക്ക്മെയിലിംഗ് എന്നൊക്കെ വിളിച്ചിട്ട്. സ്പിരിച്വൽ ബ്ലാക്ക്മെയിലിംഗ് ഇല്ല, ഇമോഷണൽ ഇല്ല. ബ്ലാക്ക്മെയിലിംഗ് ഇല്ല, ഒന്നുമില്ല. വിമർശിക്കണമെന്നാണ് പറയുന്നത്. വിമർശന ബുദ്ധിയാ നീ കണ്ടിട്ട് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചോടുക. ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യം മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ സ്നേഹപൂർവ്വം ഭഗവാൻ പറയുന്ന ആ വാക്കുകൾ നമുക്ക് ഭഗവാന്റെ സ്നേഹത്തോടു കൂടി ഭക്തിയോടു കൂടി തന്നെ 2-ാം ശ്ലോകത്തിലേക്ക് കടന്നുകൊണ്ട് കേൾക്കാം. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം 2-ാം ശ്ലോകം ഭഗവാൻ തുടരുകയാണ്. നമേ വിദുസുരഗണാ പ്രഭവം ന മഹർഷയ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. എന്ത് രസകരമാണ് ഇവിടെ. മഹർഷയഃ, മഹർഷിമാര്, അഹം, ഞാൻ, ആദികിരണം, ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം വരുന്ന ഒരു കാരണമായിട്ടുള്ള മൂലകാരണമായിട്ടുള്ള സോഴ്സ് ആയിട്ടുള്ള എവിടെ നിന്നാണോ വരുന്നത് അത് തീർച്ചയായിട്ടും ദേവാനാം, ദേവന്മാരുടെ, മഹർഷീണാം, മഹർഷിമാരുടെ, സർവശ, എല്ലാവിധത്തിലും പൂർണ്ണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണാം എന്നാണ്. കാരണം ദേവന്മാരുടെയും മഹർഷിമാരുടെയും ആദി കാരണം എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത്, ആദ്യ ശബ്ദം, നമ്മുടെയൊക്കെ ഭഗവാന്റെ സങ്കല്പത്തില് സൗണ്ട് ആൻഡ് സ്പേസ് ആൻഡ് ലൈറ്റ്, ഇതൊക്കെയാണ് സിംബോളിക്ക്. അത് ശിവനെടുത്താലും കാണാം, നമ്മള് ഭഗവാൻ എടുത്താലും. ചക്രം എന്ന് പറയുന്നത് ലൈറ്റാണ്, ശംഖ് എന്ന് പറയുന്നത് സൗണ്ടാണ്, ശിവന്റെ കയ്യിലിരിക്കുന്ന അഗ്നി എന്ന് പറയുന്നത് ലൈറ്റാണ്, പിന്നെ ഡമരു എന്ന് പറയുന്ന സൗണ്ടാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ഫിസിക്സ് എല്ലായിടത്തും നമുക്ക് ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ ആദി കാരണം, ആദി കിരണം, ആദി ശബ്ദം എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ്. റീസൺ ആണ്, സൗണ്ട് ആണ്, സ്പേസ് ആണ്. ഈ ഉത്ഭവങ്ങളൊക്കെ യഥാർത്ഥ ഉദ്ഭവം എന്ന് പറയുന്നത് മഹിമയോടുകൂടിയുള്ള ദേവഗണങ്ങളുടെയും മഹർഷികളുടെയും ഒക്കെ എല്ലാത്തിൻ്റെയും ഞാൻ നിന്റെ ക്ഷേമത്തിനായിട്ട് എൻ്റെ പരമരഹസ്യങ്ങൾ പറയുമ്പോ ദേവന്മാര് അറിയാത്ത കുറെ സത്യങ്ങൾ, ദേവന്മാർക്കെല്ലാം അറിയാം, ഋഷിമാർക്കെല്ലാം അറിയാം എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. പക്ഷെ ഭഗവാൻ പറയുന്ന സമയത്ത് ഇതൊക്കെ അറിയുമെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ പറയണമെന്ന് തോന്നും. അപ്പൊ എൻ്റെ എല്ലാ അനന്ത രൂപങ്ങളും അനന്ത സ്വരൂപങ്ങളും ആദികിരണം മുതൽ അനന്തമായിട്ടുള്ള സ്വരൂപം വരെ പൂർണ്ണമായി ആർക്കും അറിയില്ല എന്നാണ്. അത് എല്ലാവർക്കും അറിയാത്തൊരു സംഭവം കൂടിയാണിത്. അറിയാന്നൊക്കെ അല്ല, നമ്മുടെയൊക്കെ ധാരണ എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഈശ്വരൻ ആരാണ്, ഭഗവാൻ എന്താണ്, ദൈവം എന്താണ് ഒക്കെ അറിയാമെന്ന നമ്മുടെ ധാരണ. പക്ഷെ ഡെഫിനിഷൻ വരുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസമൊക്കെ അന്വേഷിക്കുമ്പോഴാണ് അറിയാണ്ട് പോകുന്നത്. അത് ഉറവിടം എവിടെയാണ്. ഒരു നദിക്ക് ഉറവിടത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവില്ല. അതുപോലെ ആ പരമ്പരയിൽ പെട്ടിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ നമുക്ക് ഒഴുകുണ്ടെന്നേ അറിയുള്ളൂ. ഇത് ഒഴുകുന്ന തുടങ്ങണം നമുക്കറിയില്ല, തുടക്കം എവിടെയാന്ന് നമുക്ക് അറിയില്ല എന്നുള്ളത്. കാരണം ഇതിന്റെയൊക്കെ തുടക്കമാണ് ഈശ്വരൻ, അവിടത്തേക്കാണ് നമ്മൾ പോണത്. ആ ശാഖ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ആ ശാഖയുടെ ആഴം കണ്ടിട്ടാണ് ഇതാണ് അതിന്റെ ഉറപ്പ് എന്ന് പറയുന്നത്. അല്ല, ദേവന്മാരും ഋഷിമാരും ഒക്കെ ഭഗവാൻ എന്ന് പറയുന്ന അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ എവിടെയുള്ളത്? ഈശ്വരനിലാണുള്ളത്. അപ്പോ അനന്തമായ ഒരു കാരണം, പരിമിതമായ ഫലം കണ്ടിട്ട് ഇതാണ് എന്ന് ധരിക്കുമ്പോ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ ദേവന്മാരും ഭഗവാന്മാരും ഈശ്വരന്മാരും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അഹമാതിർഹി ദേവാനാം, കൃഷ്ണൻ പ്രഖ്യാപിക്കുകയാണ്, ദേവന്മാര് പോലും ആദി ഞാൻ തന്നെയാണ് എന്ന് അറിയുന്നില്ല എന്നാണ്. ഭഗവാൻ അറിയുന്നില്ല, ദേവന്മാർ അതിലെന്താ, ദേവന്മാരറിയുന്നില്ല, ഭഗവാൻ ആരാന്ന് അറിയുന്നില്ല അവര് പോലും. അപ്പൊ എവിടുന്നാണ് ഞാൻ തുടങ്ങുന്നത്? ആദി. ആ ആദി എന്താണ്? ഈ എനർജി എന്ന് പറയുന്ന ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾ അവിടത്തേക്ക് എത്തിക്കാനുള്ള മാർഗം പറഞ്ഞു തരുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, എല്ലാ ദേവീ ദേവ ശക്തികളുടെയും ആരാധന എവിടെയാണ്? ആ പരബ്രഹ്മ സ്വരൂപം എന്ന് പറയുന്ന അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി മഹർഷീണാം ച, വസിഷ്ഠനായാലും വിശ്വാമിത്രനായാലും അത്രിയായാലും ഭൃഗു ആയാലും നാരദരായാലും, നമ്മുടെയൊക്കെ ധാരണ ഇവർക്ക് എല്ലാം അറിയാം, സനാദികളായാലും ഇവർക്കൊന്നും ഉത്ഭവത്തെക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് ഭഗവാനാ പറയുന്നത്.
അതുകൊണ്ട് ജ്ഞാനത്തിന്റെ ഉറവിടം ഭഗവാനാണെന്നാ ധരിക്കുന്നത്. ഭഗവാൻ തന്നെ പറയാണ്, അല്ല, അതിനപ്പുറത്തുണ്ട്. അവിടത്തേക്ക് നമ്മൾ പിടിച്ചുകൊണ്ടു പോകാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. ആലോചിച്ച് നോക്കാം. അതുകൊണ്ട് ഇതിലൊക്കെ നമ്മൾ കാണേണ്ടത് ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും. അതുകൊണ്ടാണ് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും കാതലാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് യഥോവ ഇമാനി ഭൂതാനി ജയത്തെ എന്നാണ്. ഏതിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കുന്നുവോ അവിടെയാണ് എല്ലാം നിലനിൽക്കുന്നതെന്നാണ്. അതിലേക്കാണ് നമ്മളൊക്കെ ലയിക്കാൻ പോകുന്നത്. അതാണ് ബ്രഹ്മം. അത് ഭഗവാൻ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്ന തുടക്കത്തിൽ തന്നെ. അതുകൊണ്ട് കുറച്ചധികം സമയം നമ്മൾ തുടക്കത്തിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാവാണ്ടാവും. അപ്പൊ അനന്തമായ ഭഗവാനെ പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിൽ സാധാരണ മനുഷ്യബുദ്ധിക്കൊന്നും സാധിക്കില്ല. നമ്മൾ ആ മനുഷ്യബുദ്ധിയിൽ നിന്ന് ദൈവത്തിന്റെ ലെവലിലേക്കെങ്കിലും കടക്കണം. ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ പാരമ്പര്യം എന്നർത്ഥം. എന്റെ പിതാമഹന്മാരെയും പിതാക്കളും എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും അവരുടെ ആ ഒരു കൾച്ചറും ഒക്കെ എന്നിൽ വരുമ്പോഴേ എനിക്ക് ആ അറിവുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ വിനയാന്യുതനായി ജ്ഞാനിയുടെ മുമ്പിലിരുന്ന് ഇതൊക്കെ കേൾക്കാൻ ശ്രമിക്കുള്ളൂ. അപ്പൊ ജ്ഞാനത്തിന്റെ ഒപ്പം വിനയം കൂടി വേണം. ഇപ്പൊ ഇന്നലെ കണ്ട ആരോ ഒരാൾ ബുക്ക് വിസ്ഡം ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് വിസ്ഡം, അത് തന്ന ബുക്ക് വിസ്ഡം ആൻഡ് എക്സ്പീരിയൻസ് എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം ആ ബുക്ക് കിട്ടിയ സമയത്ത് എനിക്ക് തോന്നിയത്, അതിനൊരു കമന്റ്, ഒരു റിലീസിന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചാണ്. അപ്പൊ ഞാൻ ആദ്യം എന്റെ മനസ്സിൽ വന്ന് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടല്ലേ വിസ്ഡം വരിക. അപ്പോഴാണ് തിരിച്ച് ഒന്നുകൂടി ആലോചിച്ചപ്പോ ഭഗവാൻ ഇപ്പൊ നമ്മളോട് പറയുന്നത് വിസ്ഡം ആൻഡ് ഹിസ് എക്സ്പീരിയൻസ് ആണ്. വിസ്ഡമുള്ള ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മളൊക്കെ എക്സ്പീരിയൻസിൽ നിന്ന് വിസ്ഡത്തിലേക്ക് എത്താൻ നോക്കുകയാണ്. കുറേ എക്സ്പീരിയൻസ്, അപ്പൊ നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് കുറെ ചെയ്ത് പഠിച്ച് വരുമ്പോൾ നമുക്ക് വരുന്നതാണ് വിസ്ഡം. ഇവിടെ അങ്ങനെയല്ല. വിസ്ഡത്തിൽ നിന്നുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന്. അപ്പൊ ഭക്തനുള്ള സന്ദേശം എന്ന് പറയുന്നത് ഭഗവാൻ എന്ന പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ള ഈശ്വരനെ അറിഞ്ഞിട്ടുള്ള ഭഗവാനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ രൂപത്തിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശ്വരന്റെ രൂപത്തിലായാൽ നമുക്ക് എത്തില്ല, ഗ്യാപ്പ് കുറെ ഉണ്ടാവും. അപ്പൊ ഭഗവാൻ ഇറങ്ങി വന്നു, അല്ല ഈശ്വരൻ ഇറങ്ങി വന്ന് ഭഗവാന്റെ ലെവലിലേക്ക് വന്നു. എന്നിട്ട് ഭഗവാനായി ഇരുന്നിട്ട് മനുഷ്യനായിട്ടുള്ള അർജുനനെ പൊക്കിക്കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു ലെവലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ ഈശ്വരനെ കാണാൻ പറ്റും. അപ്പൊ അതിന് ജ്ഞാനം വേണം, വിനയം വേണം, പഠിക്കാനുള്ള മനസ്സ് വേണം, ഭക്തി വേണം. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് വിഭൂതി എന്ന് പറയുന്ന യോഗം. ജ്ഞാനം, വിനയം, ഭക്തി, പഠനം ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അതിന്റെ പേരാണ് ശരിക്കും പറഞ്ഞ വിഭൂതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ മുമ്പ് നമ്മൾ കണ്ടുള്ള ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം ഇതൊക്കെ കൂട്ടിച്ചേർന്നിട്ട് അടിച്ച് പൊടിച്ച് കത്തിച്ച് പൊടിയാക്കിയിട്ട് നമ്മൾ മുമ്പിൽ തന്നാൽ നമ്മൾ പറയാറില്ലേ, അതിനെയാണ് വിഭൂതി എന്ന് പറയാൻ വേണമെങ്കിൽ. ലോകത്തിലെ എല്ലാ മഹിമകളുടെയും ഉറവിടം ഞാനാണ് എന്ന് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. വലിയൊരു സങ്കല്പം, വളരെ സ്പഷ്ടമായിട്ട് ദേവന്മാരുടെയും ദൈവങ്ങളുടെയും ഋഷികളുടെയും ഉറവിടം എന്ന് പറയുന്നതൊക്കെ അവർക്ക് പോലും ബോധമില്ല. അത് ഞാൻ, ആദി കാരണവും ആദി കിരണവും ആദി ശബ്ദവും ഇതെന്തൊക്കെയാണോ അത് ഭഗവാൻ തന്നെയാണ് എന്ന് ഈശ്വര രൂപേണ ഭഗവാൻ, അല്ലെങ്കിൽ ഭഗവാൻ രൂപേണ ഈശ്വരൻ നമുക്ക് പറഞ്ഞു തരും. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് വിപുലമായിട്ട് അങ്ങ് വിശദീകരിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയും അതിഗഹനമാണ് വിഭൂതി യോഗം എന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് സയൻസുമായിട്ട് ചേർത്തുകൊണ്ട് ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിൽ PhD ഉള്ള ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് നമുക്ക് ആദി കിരണത്തെക്കുറിച്ച്, ചക്രം എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ്, ഡമരു സൗണ്ട് ആണ്, ഇതെല്ലാം നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു വിവരണം നൽകിയിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമ കാണുമ്പോൾ അല്ലെ, ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഇഫക്റ്റിലാണ് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്ത രൂപമായിട്ട് നമ്മൾ കാണുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് മനുഷ്യ ശരീരങ്ങളുടെ സൃഷ്ടിയും നടക്കുന്നത്. ലൈറ്റും സൗണ്ടും എന്നുള്ള ആ തത്വം തന്നെയാണ് സൃഷ്ടിക്ക് ആധാരം. ശബ്ദവും വെളിച്ചവുമാണ് എന്നുള്ളത് മനോഹരമായിട്ട് വിശദീകരിക്കുക മാത്രമല്ല, ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാന്റെ കൃപയ്ക്കായിട്ട് നമ്മൾ സ്നേഹപൂർവ്വം യാചിച്ചുകൊണ്ടാണ് ഭഗവാന്റെ മുമ്പിൽ ഈ ഒരു അറിവിനായിട്ടിരിക്കുന്നത്. അടുത്ത് വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ വിഭൂതി യോഗത്തിലെ 3-ാം ശ്ലോകത്തിലേക്ക് കടക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗത്തിലെ 3-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.
യോ മാമജമനാധിം ച വീത്തി ലോകമഹേശ്വരം അസമ്മൂഢസമർത്ഥീഷു സർവപാപൈ പ്രമുച്യതേ. യഹ് ആരാണോ മാം എന്നെ അജം ജനനമില്ലാത്തവൻ എന്നാണ്. അജം എന്ന് പറഞ്ഞത് അർത്ഥം അജന്മാവ് എന്നാണ്. അനാദിം ആദിയില്ലാത്തവനാണ്. അങ്ങനെ ച എന്ന് പറഞ്ഞ കൂടെ കുറെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. വ്യക്തി അങ്ങനെ തിരിച്ചറിയുന്നു. ലോകമഹേശ്വരം സർവലോകങ്ങളുടെയും മഹേശ്വരനായിട്ട് ഭഗവാൻ ദൈവം എന്നൊക്കെ പറഞ്ഞപ്പോ എവിടെ എത്തി? ഈശ്വരനിലേക്ക് എത്തി. പരമാധിപതിയാണെന്ന് പറയുന്നത്. പരമ അധിപതിയായിട്ട് അസമ്മൂഢ മോഹമില്ലാത്തവൻ, ശരിയായ ജ്ഞാനമുള്ളവൻ, സ അവൻ മർത്തേഷു മനുഷ്യരില് സർവപാപൈഹി എല്ലാ പാപങ്ങളിൽ നിന്നും പ്രമുച്യതേ പൂർണ്ണമായും മോചിതനാവുന്നു. ജനനമില്ലാത്തവനെയും ആദിയില്ലാത്തവനായും അന്ത്യമില്ലാത്തവനായും സർവലോകങ്ങളുടെയും പരമേശ്വരനായും യഥാർത്ഥത്തിൽ ആരാണോ അറിയുന്നു, അല്ലെങ്കിൽ അറിയുന്നുവെങ്കിൽ അവൻ മനുഷ്യരിൽ മോഹമില്ലാത്തവനായി എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായിട്ട് എൻ്റെ രൂപം കാണാൻ സാധിക്കും എന്ന്. അത് വളരെ വ്യംഗ്യാർത്ഥമാണ്. ദേവന്മാർക്കും മഹർഷിമാർക്കും എൻ്റെ യഥാർത്ഥ ഭാവം അറിയില്ല എന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ്. അവർക്കുള്ളൊരു അറിവ് കൂടിയാണ് ഇത് ഞാനാണ് എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ഭഗവാൻ, ഞാൻ പറഞ്ഞല്ലോ, ഭഗവാനാണ് പറയുന്നത്. പക്ഷെ ഈശ്വര രൂപത്തിൽ ഭഗവാൻ വന്നിട്ടോ, ഈശ്വരൻ ഭഗവാന്റെ രൂപത്തിൽ വന്നിട്ടോ, ഭഗവാൻ ഈശ്വരനിലേക്ക് ലയം പ്രാപിക്കാൻ വേണ്ടി നമ്മളെയൊക്കെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് അജം ജനനമില്ലാത്തവനാണ്. ജനിച്ചതായിട്ടാണ് നമ്മുടെ കഥയൊക്കെ. പക്ഷെ ഭഗവാൻ തന്നെ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും അല്ലാന്ന്. ഭഗവാൻ ജനിക്കുന്നില്ല, അവതരിക്കുന്നു എന്ന് പറയാം. അവതരിക്കുന്നു എന്നാണ്, ജനിക്കല്ല ചെയ്യുന്നത്. അവതാരം എന്നാ പറയാം. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ്. എന്നിട്ട് എന്തിനു വേണ്ടി ഇറങ്ങി വന്നത്? നമ്മളെ അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കർമ്മഫലത്താൽ ജനിക്കാൻ അർഹതപ്പെട്ടിട്ടുള്ളവരാണ്. അങ്ങനെയാണ് ജന്മം. പക്ഷെ സ്വന്തം ഇച്ഛയാൽ ഈ ഒരു ജന്മം എടുത്തിട്ടുള്ളതാണ് ഭഗവാന്മാര്. രണ്ടും വ്യത്യാസമുണ്ട്. കർമ്മഫലത്താൽ ജനിക്കുന്നവര് അല്ലെങ്കിൽ അത് സാധാരണ ജീവികളാണ്. ഭഗവാൻ എന്ന് പറയുന്നത് കർമ്മഫലത്താൽ അല്ല. നമ്മൾ പറയുമ്പോൾ കഥയൊക്കെ പറയും, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രാമൻ പഴയ ജന്മം, പിന്നെ പുതിയ ജന്മം, അങ്ങനെയൊക്കെയാണ് അതിന്റെ സീക്വൻസ്. പക്ഷെ ഇതൊക്കെ സ്വന്തം ഇഷ്ടത്തിലാണ് വരുന്നത്. ഓരോ രൂപത്തിൽ വരുന്നതും ഇഷ്ടത്തിലാണ്. അങ്ങനെ വരുന്ന അനാദിം, ആദിയില്ലാത്ത ഒരു, എല്ലാ വൃക്ഷത്തിനും വിത്തുണ്ട്, നദിക്ക് ഉറവിടമുണ്ട്, നക്ഷത്രങ്ങൾക്ക് ജനനമുണ്ട്. പക്ഷെ ഇതിന് ഈ ഈശ്വരനിൽ നിന്ന് ഭഗവാനായി മാറാൻ അങ്ങനെയൊന്നുമില്ല. അതിന്റെ ഇടയിലൊന്ന് ഇറങ്ങി വന്ന് തിരിച്ചു പോകുന്ന പോലെ. ഈശ്വരൻ എന്ന് പറയുന്ന സ്ഥായിയായ ഭാവത്തിൽ നിന്ന് ഈ രൂപത്തിലേക്ക് വന്ന് ലോകമഹേശ്വരം എന്ന് ഭഗവാൻ പറയാണ് ഇവിടെ. ആദ്യമായിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത് ഭഗവത്ഗീതയില് 10ാം അധ്യായത്തില്. ഒരു ദേശത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഒരു മാത്രത്തിന്റെയോ ഒരു ചെറിയ രൂപത്തിന്റെയോ ദൈവമല്ല, ലോകമഹേശ്വരം എന്നാണ്. അങ്ങനെ സകല ലോകങ്ങളുടെയും മഹേശ്വരനായ, എല്ലാ ശക്തികളുടെയും എല്ലാ നിയമങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ത്വരയുടെയും എല്ലാ അറിവിന്റെയും ആഗ്രഹങ്ങളുടെയും അറിവിന്റെയും ഒക്കെ നിയന്ത്രണം എന്ന് പറയുന്നത് അസമ്മൂഢ എന്നാണ്. മോഹം അവിടെ, ശരീരം എന്ന ഞാൻ ലോകത്തിന്റെ സ്ഥിരമായ രൂപത്തില് ഏത് കരുതലിലാണോ, ഏത് രൂപത്തിലാണോ, ഒരു സാധാരണ മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവാം. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ പുറത്തു വന്നിരിക്കുക. അസമ്മൂഢ എന്ന് പറയുന്നത് സർവപാപൈഹി പ്രമുച്യതേ. ഇവിടെ പാപം എന്ന് പറയുന്നത് വെറുതെ തെറ്റായ പ്രവൃത്തിയല്ല, അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ആ മൂല കാരണം അത് അഹങ്കാരം, മമ കാരണം എന്നൊക്കെ പറയില്ലേ. മമ കാരണം, അജ്ഞാനം, അഹങ്കാരം, ഇതൊക്കെ പാപങ്ങളുടെ ഒരു രൂപമാണ്. അത് വല്ലാണ്ട് ഒരു മുറിക്കപ്പെടാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അറ്റുപോകാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ അവിടുന്ന് പൊക്കിക്കൊണ്ടുപോകണം. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വിടുക. അങ്ങനെ വിടുമ്പോ മനുഷ്യൻ ഒരു മരണത്തെ അതിജീവിച്ച് ഈ ഗീതയുടെ ശ്ലോകത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ആ സത്യം മനസ്സിലാക്കി ഭഗവാന്റെ ആ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു രൂപം. അത് ഭക്തി, ജ്ഞാനം, അത് തമ്മിലുള്ള ഇടയിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധമാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. ആ കാണിച്ചു തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, അജന്മാവ്, അനാദി, ലോകമഹേശ്വരൻ എന്ന പല വാക്കുകളും ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്
ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവമാണ്. അപ്പൊ ശ്രീകൃഷ്ണൻ ഇവിടെ മഹേശ്വരനായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ആ ഡിക്ലറേഷൻ ആണ് നമുക്ക് ഈ ഒരു 3-ാമത്തെ ശ്ലോകത്തുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ട് ഉദ്വേഗത്തോടു കൂടി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാൻ കുതിക്കുന്ന രീതിയിലാണ് ആ വിവരണം. ഞാൻ കാത്തിരിക്കുകയാണ് സത്യത്തിൽ. 4-ാമത്തെ ശ്ലോകം 4ഉം 5ഉം ഒരുമിച്ചാണ് അല്ലേ ടിപ്പേശി? ഒരുമിച്ചാണ്. അടുത്ത ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗത്തിലെ 4-ാമത്തെയും 5-ാമത്തെയും ശ്ലോകത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. ബുദ്ധിർജ്ഞാനമസമ്മോഹ ക്ഷമാ സത്യം ദമഃശമ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച അഹിംസാ സമതാ തുഷ്ടി തപോദാനം യശോ യശ ഭവന്തി ഭാവാ ഭൂതാനാം മത്തയേവ പൃഥഗ്വിധാ. മനസ്സിന്റെയും ജ്ഞാനത്തിന്റെയും വ്യത്യസ്തമായ ഗുണങ്ങള്, ബുദ്ധി, ജ്ഞാനം, അസമ്മോഹം, ക്ഷമ, സത്യം, ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ദമം, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ശമം, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്, സുഖം, ദുഃഖം, വ്യത്യസ്തമായ ഭാവം, അത് ജനനം, മരണം, ഉത്ഭവം, ആ ഒരു തരത്തിലുള്ള ഭാവങ്ങള്. അഭാവഹ, ഭാവ അഭാവഹ, മരണമില്ലായ്മ. ഭാവം എന്ന് പറയുന്നത് ഓരോ ഭാവം, ജനനം, മരണം എന്ന് പറയുന്നതൊക്കെ ഭാവം. അഭാവഹ എന്ന് പറയുന്നാൽ ഇല്ലായ്മയാണ്, അതില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ മരണം. അപ്പൊ ജനനവും മരണവും. ഭവഹ അഭാവഹ. പിന്നെ ഭയം, അഭയം, നിർഭയം എന്നൊക്കെ പറയുന്ന തരത്തില് ആ എല്ലാ സംഭവങ്ങളും ധാർമ്മിക ഗുണങ്ങളായിട്ടുള്ള അഹിംസ, സമത, തുഷ്ടി, തപഹ, ദാനം, സംതൃപ്തി, സമത്വബോധം, തപസ്, ദാനശീലം, അതുപോലെ സാമൂഹികമായിട്ടുള്ള ഫലങ്ങൾ, പ്രശസ്തി, യശഹ എന്ന് പറഞ്ഞ പ്രശസ്തിയാണ്. അയശഹ, അപകീർത്തി എന്ന് പറയുന്നത് പ്രശസ്തി നഷ്ടപ്പെടുന്ന രൂപം. തുടക്കവും ഒടുക്കവും, നന്മയും തിന്മയും, താഴ്ചയും ഉയർച്ചയും, അപസംഹാരം, അല്ലെങ്കിൽ ഒരു സംഭവം നടന്ന് മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ജനനം എന്ന് പറയുന്ന അവസ്ഥ. ഭവന്തി, ഉത്ഭവിക്കുന്നു. എവിടെ ഉത്ഭവിക്കുന്നു? ഭാവഹ, ഓരോ ഭാവങ്ങളും, ഓരോ ഗുണങ്ങളും, ഓരോ അവസ്ഥകളും, ഭൂതാനാം, ഓരോ ജീവജാലങ്ങളിൽ, മത്തഹ, എവിടുന്ന? എന്നിൽ നിന്നുണ്ടാവുന്നു. മരണമായാലും ജനനമായാലും പ്രശസ്തിയായാലും അപകീർത്തിയായാലും ഏവഹ, എല്ലാം തന്നെ പൃഥഗ്വിധാഹ, വിവിധ രൂപങ്ങളിൽ നമ്മൾ ഇവിടെ കാണുന്ന എല്ലാ ഭാവങ്ങളും, എല്ലാ ചേഷ്ടകളും, എല്ലാ ഗുണങ്ങളും, എല്ലാ സാമൂഹികമായ നന്മകളും തിന്മകളും ഒക്കെ, അത് വിവേകബുദ്ധി ആയാലും ജ്ഞാനമായാലും മോഹമായാലും മോഹമില്ലായ്മയായാലും ക്ഷമയായാലും ക്ഷമയില്ലായ്മയായാലും സത്യസന്ധതയായാലും നിയന്ത്രണം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമായാലും മനോനിയന്ത്രണമായാലും സന്തോഷമായാലും ദുഃഖമായാലും ജനന മരണങ്ങളായാലും ഭയനിർഭയങ്ങളായാലും അഹിംസ ഹിംസയായാലും സമത്വവും സംതൃപ്തിയും തപസ്സും ദാനവും പ്രശസ്തിയും ഒക്കെ പറഞ്ഞു തീർക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ആലോചിക്കാൻ പറ്റുമോ, എന്തൊക്കെ അജക്റ്റീവ് കൊടുക്കാൻ പറ്റുമോ, ഇതെല്ലാം എന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ഞാനാണ് ലോകമഹേശ്വരൻ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിന്റെ തെളിവാണ് നിങ്ങൾ മനുഷ്യരിൽ കാണുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ ദോഷങ്ങളും ഒക്കെ തുടങ്ങുന്നത് ഭഗവാനിലും കാണും, നമ്മൾ ദൈവത്തിലും കാണും, മനുഷ്യരിലും കാണും. ഇതിന്റെ ഒക്കെ ഉറവിടം എവിടെയാ? ഈ നദിയിൽ എവിടെ നിന്നു തുടങ്ങുന്നു എന്നുള്ളത് പോലെ. ഇത് വളരെ അത്ഭുതകരമായ ഒരു സത്യമാണ്, ഒരു വലിയ ജ്ഞാനമാണ്. എന്റെ കഴിവ് എന്ന് നമ്മൾ ധരിക്കുമ്പോൾ, എന്റെ കുറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാമല്ലോ, ഓരോ പൂജാരിയും അവസാനം പരിപൂർണം തതസ്തുതി, എല്ലാം അങ്ങയിലാണ് അർപ്പിച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ധൈര്യമാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ, എന്ത് കുറ്റം ചെയ്താലും കുഴപ്പമില്ല, എല്ലാം ഭഗവാനെ ചെയ്തിട്ട്. ഞാൻ ഈ പറയുന്ന ഒന്നും എന്റേതല്ല എന്ന് എന്റെ സങ്കല്പത്തിൽ ഇത് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു. ഇതൊന്നും പറയാൻ അല്ലെങ്കിൽ അറിയാൻ കഴിവുണ്ടായിട്ടോ കൽപ്പുണ്ടായിട്ടോ അല്ല, ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിയിൽ നിന്നോ മനസ്സിൽ നിന്നോ അല്ല വരുന്നത്, ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ഇവയെല്ലാം എന്റെ വിഭൂതികളാണ്. ആരുടെ വിഭൂതിയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്? ഭഗവാന്റെ വിഭൂതി നമ്മളിൽ അർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പൊടിയുണ്ടല്ലോ, ആ പൊടിയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അത് സുഖമായാലും ദുഃഖമായാലും ഭയമായാലും നിർഭയമായാലും അറിവായാലും ജ്ഞാനമായാലും വാക്കുകളായാലും
ഇതൊക്കെ കിട്ടുന്നത് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഭവങ്ങളും നമ്മളിൽ ഉണ്ടാവുന്നത്. കാരണം വൈദ്യുതി വന്നാലേ വിളക്ക് തെളിയുള്ളൂ. അത് ഹീറ്ററിന്റെ രൂപത്തിലും ഫ്രിഡ്ജിന്റെ രൂപത്തിലും ഒക്കെ. ആ വൈദ്യുതിയാണ് ഈശ്വരൻ. വ്യത്യസ്തമായ ഭാവങ്ങളിൽ നമ്മൾ മുമ്പിൽ കിടക്കുന്നതാണ് ഭഗവാനും ഈശ്വരൻ ദൈവവും ഒക്കെ. അത് പ്രവർത്തിക്കണമെങ്കിൽ അതിൽ നിന്ന് ഊർജ്ജ സ്രോതസ് വരണം. അപ്പൊ എന്നിലുള്ളതും നിങ്ങളിലുള്ളതും ഒക്കെ അവിടുന്നാണ് എന്ന് ഈശ്വരൻ ഭഗവാന്റെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്വിച്ച് ഇട്ട് നോക്കണം, എങ്കിലേ വരുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഭഗവാനാകുന്ന ഈ ഒരു എക്യുപ്മെന്റ്, ഈ ഒരു സ്വിച്ച്, ഈ ഒരു ബോർഡ്, ഈ ഒരു ഗാഡ്ജറ്റ് ആണ് ഈശ്വരനിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഉപയോഗിക്കുന്നത്. അത് ഭൗതികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ബുദ്ധിയോ ജ്ഞാനമോ അസമ്മോഹമോ ക്ഷമയോ സമത്വമോ തുഷ്ടിയോ ആത്മീയമായിട്ടുള്ള ശമദമ തപസ് എന്ന് പറയുന്ന സാമൂഹികമായിട്ടുള്ള ദാനം, യശസ്, സത്യം, എന്ത് രൂപത്തിൽ നിങ്ങൾ ചെയ്തോളൂ. ഏത് വഴിയിലൂടെ പോയാലും ഏത് തലത്തിൽ പോയാലും അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഈ ശ്ലോകത്തിന്റെ കാതൽ എന്ന് പറയുന്ന വിഭൂതി യോഗത്തിന്റെ പ്രധാനമായ സന്ദേശം എന്ന് പറയുന്നത് ഞാനാണ് ഇതിന്റെയൊക്കെ കർത്താവ് എന്നാണ്. ഇതാണ് തുടക്കം. അത് എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ കൃപയാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ സാന്നിധ്യമാണ് ഈ അഹങ്കാരത്തിനും അഹങ്കാരില്ലായ്മക്കും ഒക്കെ കാരണം. അപ്പൊ മനുഷ്യരിൽ കാണുന്നതും ഭഗവാനിൽ കാണുന്നതും ദൈവത്തിൽ കാണുന്നതിനും ഒക്കെ ഈശ്വരൻ എന്ന സങ്കല്പത്തിന്റെ എനർജിയുടെ വ്യത്യസ്ത ഭാവങ്ങളിൽ ആ ഡോസ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ക്രമത്തിൽ നിന്ന് മറ്റേ ക്രമത്തിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ നമ്മളൊക്കെ ഇത് കഴിയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് മനുഷ്യരൂപത്തിൽ നിന്ന് ദൈവരൂപത്തിലേക്കോ ദൈവരൂപത്തിൽ നിന്ന് ഭഗവാന്റെ രൂപത്തിലേക്കൊന്ന് തൊടാനും കാണാനൊക്കെ സാധിച്ചാൽ പിന്നെ ഈശ്വരനെ കാണാൻ ഭഗവാന്റെ ലെവലിൽ നിന്നാൽ മതി. അങ്ങനെ കൊണ്ടുപോവാണ് നമ്മൾ. എന്തുകൊണ്ടാണ് TPC തുടക്കത്തിൽ തന്നെ നമ്മൾ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന നദിയാണ്, ഇതിന്റെ തുടക്കം നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞതിന്റെ ഉത്തരം നമുക്ക് ഈ ഒരു 4-ാമത്തെയും 5-ാമത്തെയും ശ്ലോകത്തോടു കൂടി മനസ്സിലായിട്ടുണ്ട്. കാര്യം നമുക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയിലെ ഭാഗമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വികാരങ്ങളും മനസ്സിലാക്കണം. ആ പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണ് നമ്മൾ, അതെല്ലാം നമ്മളിലും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് പോയി നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇന്ന രോഗങ്ങളുണ്ടോ, ഇന്ന അസുഖങ്ങൾ കുടുംബത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയും, അച്ഛനോ അപ്പൂപ്പന്മാർക്കോ ഉണ്ടോ എന്ന്. അതുപോലെയുള്ള അവസ്ഥയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ശരീരത്തില് എന്ത് ചേർത്തിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്ഭവം ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഭഗവാൻ സൃഷ്ടിച്ച പ്രകൃതിക്കുള്ളതെല്ലാം നമുക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്.